ഹലോ. ചോറിന് കറിയൊന്നുമില്ലാത്ത സമയത്ത് കറി ഒപ്പിക്കുന്നതിനൊക്കെ നല്ലതല്ലേ ചോറിൽ എന്തെങ്കിലും പണി ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചോറാണ്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരുമിച്ചിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക. എളുപ്പ പരിപാടിയാണല്ലോ. അപ്പോൾ പിന്നെ ഒരുമിച്ചിട്ട് വഴറ്റിയെടുത്തു. അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം അതൊന്ന് വാടി വരുമ്പോൾ മുളക് പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ ചിക്കൻ മസാലയോ ഗരം മസാലയോ എന്ത് വേണമെങ്കിലും ഇടാം. അതിട്ട് നല്ലതായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. ഈ തക്കാളി നന്നായിട്ട് വഴണ്ട് വരണം. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കുക. വഴറ്റി വന്നതിന് ശേഷം നല്ല രീതിയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കുക. അത്യാവശ്യത്തിനുള്ള ചോറിനും കൂടി വേണ്ടുന്ന ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് തരത്തിലുള്ള അരി വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ബിരിയാണി അരി വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലാതെ നമ്മൾ സാധാ വെക്കുന്ന അരിയാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ നമ്മുടെ സാധാ വെക്കുന്ന അരിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, ചോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചോറ് ഞാനത് തിരിച്ച് അതിനകത്തേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ചോറ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെന്ന് നോക്കാം. ഈ സമയത്ത് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് കടിക്കുക. അതുകൊണ്ടാണ് അതിന് മുമ്പേ ഇട്ട് നോക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നന്നായിട്ട് വഴറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരത്തേക്ക് അടച്ച് വെക്കുക. ചെറിയ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിരിക്കുക. അതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ തക്കാളി ചോറ് റെഡിയാകും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാധനം. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടേക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വേണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചോറ്. ട്രൈ ചെയ്ത് നോക്കണേ.